ഇത് ഒരു സുന്ദരമായ ക്രിസ്മസ് രാത്രി. ഗ്രാമം നിറം നിറഞ്ഞ ലൈറ്റുകൾ കൊണ്ട് തിളങ്ങി. കാറ്റിൽ ക്രിസ്മസ് പാട്ടുകളുടെ മധുരസ്വരം കേട്ടു. കുട്ടികൾ സന്തോഷത്തോടെ ഓടിക്കളിച്ചും ചിരിച്ചും പോന്നു. ആ ഗ്രാമത്തിലെ ഒരു ചെറിയ വീട്ടിൽ ടോം എന്ന ഒരു ചെറുപ്പക്കാരനും അവന്റെ ചേല അന്നായും വളരെ സ്നേഹത്തോടെ അവരുടെ മാതാപിതാക്കളോടൊപ്പം താമസിച്ചിരുന്നു. അവർക്കു വലിയ ക്രിസ്മസ് മരമൊന്നും ഇല്ല, ഏറേറെ സമ്മാനങ്ങളും ഇല്ല. ടോം ജനാലക്കടുകെ നിന്നു പുറത്തേക്ക് നോക്കിയപ്പോൾ അവൻക്ക് അല്പം ദുഃഖമായി തോന്നി. അപ്പോൾ അമ്മ സ്നേഹത്തോടെ പറഞ്ഞു, ടോം, ക്രിസ്മസ് വെറും സമ്മാനങ്ങളെക്കുറിച്ചല്ല, ക്രിസ്മസ് പങ്കിടലും സ്നേഹവും കുറിച്ചാണ്. ആ രാത്രി ടോംക്കും അന്നാഗയും വീട്ടുവാതിലിനടുത്തേക്ക് പോയി. പുറത്ത് അവരുടെ സുഹൃത്തുക്കളായ ബെൻ, ലില്ലി, സാം തണുത്തതിലും ഭക്ഷണശൂന്യമായും നിന്നു. അവർക്ക് വളരെ തണുപ്പ് ആയിരിക്കും അന്ന് പറഞ്ഞു. ടോംക്കും അന്നാഗയും ഉടൻ അടുക്കളയിലേക്ക് ഓടി. അവർ ചൂടുള്ള പാലും ബിസ്ക്കറ്റുകളും എടുത്തു. ഇവിടെ വരൂ, അവർ അവരുടെ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എല്ലാ കുട്ടികളും ഒന്നിച്ച് ഇരുന്നു. അവർ സംസാരിച്ചു, ചിരിച്ചു, സന്തോഷത്തോടെ ഭക്ഷണം പങ്കിടുകയും ചെയ്തു. ആ ചെറിയ വീട്ടിൽ സന്തോഷം നിറഞ്ഞു. ആയ ഒരു ശബ്ദം കേട്ടു. ടോം വാതിൽ തുറന്നു. സാന്താ ക്ലോസ് അവിടെ നിൽക്കുന്നു. സാന്താ ചിരിച്ചു. മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ അറിയുന്ന നല്ല കുട്ടികളെ കാണാൻ ഞാൻ വന്നിരിക്കുന്നു. സാന്താ എല്ലാ കുട്ടികൾക്കും ചെറിയ ചെറിയ സമ്മാനങ്ങൾ നൽകി. പിന്നീട് അദ്ദേഹം നിസ്സഹായമായി പറഞ്ഞു, നിങ്ങൾ കൊടുത്ത സ്നേഹം തന്നെയാണ് ഇഹതതന്ത ഏറ്റവും വലിയ സമ്മാനം. കുട്ടികൾ സന്തോഷത്തോടെ കുതിച്ചുനിന്നു. അവർ കൈ തട്ടിയും ചിരിക്കുകയും ചെയ്തു. സാന്താ കൈ ചലിപ്പിച്ച് ആകാശത്തിലേക്ക് പറന്നുപോയി. കുട്ടികൾ പരസ്പരം ചേർന്നു ചിരിച്ചു. ടോം സന്തോഷത്തോടെ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ക്രിസ്മസ് എന്താണെന്ന് മനസ്സിലായി. ക്രിസ്മസ് എന്നത് പങ്കിടലും സ്നേഹം കാണിക്കലും എല്ലാവർക്കും സഹായം ചെയ്യലുമാണ്. സന്തോഷകരമായ ക്രിസ്മസ് പുതുവത്സരാശംസകൾ.